വെൽക്കം ടു അവർ ഷോ MS ഷോ. ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അപ്പോൾ ഈ ഷോൻ്റെ പിന്നിലത്തെ ഒരു ഐഡിയ എന്താ വെച്ചാൽ നമ്മൾ ഈ കുറച്ച് ഔട്ട് ഓഫ് ദി ഓർഡിനറി അല്ലെങ്കിൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് കോമൺലി അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അത് ഇൻഡെപ്ത് നമ്മൾ നോക്കി ഒന്ന് പ്രസന്റ് ചെയ്യുക, ആൾക്കാർക്ക് അത് അവെയർ ആക്കുക, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇതുവഴി പ്ലാൻ ചെയ്യുന്നത്. അതെ. അപ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് എപ്പിസോഡ് ആൻഡ് ഇതിൻ്റെ ടോപ്പിക്കാണ് കൊറോണ വൈറസ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി ഈ വൈറസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ നോൺ മെഡിക്കൽ ഫ്രണ്ട്സിന് ഈ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വൈറസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് പല സയൻറ്റിസ്റ്റും പറയുന്നത് ഇതൊരു ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസിൻ്റെ ഇടയിൽ ഒരു ഗ്രേ സോണിൽ ഇരിക്കുന്ന ഒരു ഓർഗാനിസമാണ്. ശരിക്കും ആക്ച്വലി ഒരു വൈറസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ മൈക്രോസ്കോപ്പിൽ കൂടി കാണാൻ പറ്റില്ല. ഇന്ന് കാണണമെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ഹൈലി മാഗ്നിഫൈ ചെയ്യണമെങ്കിൽ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് വേണം. അപ്പോൾ ഈ വൈറസ് ആക്ച്വലി എന്താണ്? ഇത് വൈറസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ ബോഡിയിൽ തന്നെയുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, DNA, RNA. അതെ. അപ്പോൾ ഈ ജനറ്റിക് മെറ്റീരിയലിന് 4 പുറത്ത് കൂടെ ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാവും. അത്രയാണ് ഒരു വൈറസിലുള്ളൂ. ഒന്നില്ലെങ്കിൽ ഒരു DNA അല്ലെങ്കിൽ RNA ഒരു ഫിലമെന്റ് പോലെ ഉണ്ടാവും. അതിൻ്റെ 4 പുറത്ത് കൂടെ ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാവും. എന്നിട്ട് ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വൈറസ് എന്നുള്ളൊരു സാധനം അത് നമ്മുടെ ഹ്യൂമൻ ബോഡീനെ അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ സെൽസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ സെൽസിൻ്റെ ഉള്ളിൽ അത് നമ്മുടെ സെൽസ് നോർമലി പിന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കും, അതൊക്കെ ചെയ്യും. അപ്പോൾ ഈ വൈറസ് എന്താ ചെയ്യുക വെച്ചാൽ ഈ സെൽസിനെ അറ്റാക്ക് ചെയ്തിട്ട് ഈ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു ഓർഗനലുണ്ട് സെല്ലിൻ്റെ ഉള്ളിൽ. ആ ന്യൂക്ലിയസിൽ കയറിയിട്ട് അത് വൈറസിൻ്റെ പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ആ ബേസിക്കലി ഒരു കൺട്രി വേറൊരു കൺട്രീനെ അറ്റാക്ക് ചെയ്ത് ടേക്ക് ഓവർ ചെയ്യണ പോലെ ഈ വൈറസ് നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്വന്തമാക്കും. അപ്പോൾ ഇതിൻ്റെ ഈ വൈറസുകളിൽ കൊറോണ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസിൻ്റെ ഒരു ഫാമിലിയുടെ പേരാണ്. കുറേ ടൈപ്പ് ഓഫ് വൈറസുകളുണ്ട്. അതിലൊരു വൈറസിൻ്റെ ഫാമിലി നെയിമാണ് ശരിക്കും പറഞ്ഞാൽ കൊറോണ എന്ന് നമ്മൾ പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് 6 മെമ്പേഴ്സ് ഉണ്ട്. ആ കൊറോണ ഫാമിലിയിൽ മെയിൻലി 6 മെമ്പേഴ്സാണ് ഉള്ളത്. ആ 6 മെമ്പേഴ്സിൽ സാൾസ് എന്ന് പറയും, അതായത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ഉണ്ടാക്കുന്ന സാൾസ് വൈറസും അതേപോലെ തന്നെ MERS മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം ഉണ്ടാക്കുന്ന വൈറസുമാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഈ കൊറോണ ഫാമിലിയിൽ. അതിൽ തന്നെ ഈ സാൾസിന് 2 സ്ട്രെയിൻസ് ഉണ്ട്, 2 ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് അല്ലെങ്കിൽ വകഭേദങ്ങളുണ്ട്. സാൾസ് കൊറോണ വൈറസ് ആൻഡ് സാൾസ് കൊറോണ വൈറസ് 2. സാൾസ് കൊറോണ വൈറസ് 2 ആണ് നമ്മളിപ്പോൾ കാണുന്ന COVID-19 ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മെയിനായിട്ട് കൊറോണ വൈറസ് ഹ്യൂമൻ ബീങ്സ് മനുഷ്യരിലും ബേർഡ്സിലും പിന്നെ ബാറ്റ്സ് അല്ലെങ്കിൽ വവ്വാലുകളിലൊക്കെയാണ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഇതിൽ മനുഷ്യരിലും പക്ഷികളിലും ഒക്കെ ഉണ്ടാക്കുന്നത് റെസ്പിറേറ്ററി അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് ഈ കൊറോണ വൈറസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ സാധാരണ ആൾക്കാർ വിചാരിക്കും കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ഒരു വൈറസ് ആണെന്ന്. അപ്പൊ അതല്ല സിറ്റുവേഷൻ. ഇത് ഒരു ഫാമിലിയാണ് വൈറസസിന്റെ. ചില വൈറസസ് ഭയങ്കര കോമൺ ആയിട്ടൊരു കോൾഡ് ഉണ്ടാക്കി പോകും. ചില വൈറസ് ഈ മെർസിനെ പോലെ ഡെഡ്ലി ഡിസീസ് ഉണ്ടാക്കും. അപ്പോൾ ഈ സാർസും മെർസും എന്താണ് നമുക്ക് ഇനി നെക്സ്റ്റ് ആയിട്ട് നോക്കാം. എന്താ വെച്ചാൽ 2003 ഇങ്ങനത്തെ ഒരു കൊറോണ വൈറസ്, ഇപ്പോൾ COVID-19 ഒരു പാൻഡമിക് ഉണ്ടായ പോലെ തന്നെ ഒരു പാൻഡമിക് ഉണ്ടായിരുന്നു 2003. അതിൻ്റെ പേരാണ് സാർസ്. എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് പാൻഡമിക്. ഈ പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരേ ടൈമിൽ വേൾഡിൽ 2-3 കോണ്ടിനെൻറ്റ്സിൽ നടക്കുന്ന ഒരു ഡിസീസ്, അത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ട് ഉള്ളൊരു ഡിസീസിനെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയിട്ട് ആദ്യമായിട്ടല്ല, പക്ഷെ ആ ടൈമിൽ 2003 വേൾഡിൽ നന്നായിട്ട് അഫക്റ്റ് ചെയ്തൊരു വൈറസ് കൊറോണ വൈറസ് ആയിരുന്നു സാർസും ഇതേപോലത്തെ റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ് ഉണ്ടാക്കിയിരുന്നത് കൊറോണ വൈറസിനെ പോലെ തന്നെ. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി സാർസും ചൈനയിൽ നിന്നാണ് ആദ്യമായിട്ട് ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. അപ്പോൾ സാർസിന്റെ പക്ഷെ ഒരു പെക്യുലാരിറ്റിയും
ഒരു ഡിഫറൻസ് ഇപ്പോഴത്തെ കൊറോണ വൈറസ് ആയിട്ട് എന്തായിരുന്നു വെച്ചാൽ, സാർസിൻ്റെ ആക്ച്വൽ ഈ പെത്തോജെനസിറ്റി എന്ന് പറയും നമ്മൾ ഡോക്ടേഴ്സ്. പെത്തോജെനസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു വൈറസ് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ കയറിയ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കയറിയ എത്ര ഡിസീസ് ഉണ്ടാക്കും, എത്ര രോഗം ഉണ്ടാക്കും, അതാണ് പെത്തോജെനസിറ്റി. അപ്പോൾ അത് സാർസിൽ വളരെ കൂടുതലായിരുന്നു. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. ഇപ്പോഴത്തെ കൊറോണ വൈറസിനെക്കാട്ടിലും ഭയങ്കര അധികം പെത്തോജനിക് ആയിരുന്നു ഈ സാർസ് വൈറസ്. ഇപ്പോഴത്തെ ഈ വൈറസിനെക്കാട്ടിലും 10 ഇരട്ടി അധികം മോർട്ടാലിറ്റി അല്ലെങ്കിൽ ആൾക്കാരെ കൊല്ലാനുള്ള കില്ലിംഗ് പവറുള്ള വൈറസ് ആയിരുന്നു സാർസ്. പക്ഷെ സാർസിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ആ വൈറസിൽ. ആ പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ അതിന്റെ ഇൻഫെക്ടിവിറ്റി കുറവായിരുന്നു. ഇൻഫെക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് എത്ര ആൾക്കാർ, ഒരാളിൽ നിന്ന് എത്ര ആൾക്കാർക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ആ സ്പ്രെഡ് സാർസിന് അത്ര അധികം സ്പ്രെഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇപ്പോഴത്തെ ഈ വൈറസിനെ പോലെ. അതായിരുന്നു ആ മെയിൻ കാര്യം. അതുകൊണ്ട് എന്താ ഉണ്ടായത് വെച്ചാൽ, സാർസ് കിട്ടിയ ആൾക്കാരിൽ 100-ൽ 10 പേര് ഡെത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് സീരിയസ് ഡിസീസ് ഉണ്ടാവും. പക്ഷേ ഈ ഗവൺമെന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റിച്ചാൽ, സീരിയസ് ഡിസീസ് ഉള്ള ആളെയാണ് ഇൻഫെക്ഷസ് ആവുള്ളൂ സാർസിൽ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവർ പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അവർക്ക് ക്വാറന്റൈൻ ചെയ്യാൻ പറ്റും ഈ ആൾക്കാരെ. അപ്പം അങ്ങനെ അതൊരു പെട്ടെന്ന് ഒരു കൺട്രോൾ കിട്ടി ഇൻഫെക്ഷൻ്റെ. എന്നാലും സാർസ് ഇപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ 2003 ആയപ്പോഴേക്ക് സാർസിൽ 750 to 800 ഡെത്ത്സ് ഉണ്ടായിട്ടുണ്ട് വേൾഡ് ഓവർ. സാർസ് ചൈനയിൽ നിന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈവൻ US വരെ എത്തിയിരുന്നു. അപ്പോൾ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഈ ടെസ്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കാം. PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആയിട്ട് നമ്മളിപ്പോ എപ്പോഴും കേൾക്കുന്നതാണ്, ടിവിയിലും ഒക്കെ ആയിട്ട് PCR ടെസ്റ്റ് പോസിറ്റീവ്, കൊറോണ ഇൻഫെക്ഷൻ ഉണ്ട് ആൾക്ക് എന്നൊക്കെ ആയിട്ട്. എന്താണ് ഈ PCR എന്ന് പറഞ്ഞാൽ? RT-PCR എന്നാണ് ശരിക്കും പറയുന്നത്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ ഈ RT-PCRനെയാണ് നമ്മളിപ്പോൾ COVID-19 ഇൻഫെക്ഷനിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ RT-PCR ആക്ച്വലി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് കാരി മുള്ളീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് അമേരിക്കൻ സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ഈ PCR ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. PCR ഞാൻ പറഞ്ഞ പോലെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സാമ്പിൾ എന്ന് പറയും, അതായത് നമ്മുടെ ശരീരത്തിലെ സെൽസ്, കോശങ്ങളാകാം അല്ലെങ്കിൽ ഫ്ലൂയിഡോ, എവിടെന്നെങ്കിലും ഫ്ലൂയിഡ് എടുക്കുന്നതാവാം, സ്വാബ് എന്ന് പറയില്ലേ, അങ്ങനെ തൊണ്ടയിൽ നിന്ന് എടുക്കുന്നത്, ഏതെങ്കിലും ഒരു ഇത് നമ്മൾ PCR ടെസ്റ്റിന് വേണ്ടി വിട്ട് കഴിഞ്ഞാൽ PCR ആ ടെസ്റ്റിൽ ഈ നമ്മൾ കൊടുക്കുന്ന സാമ്പിളിൽ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ജനിതക മെറ്റീരിയൽ, നേരത്തെ നമ്മൾ പറഞ്ഞില്ല RNA DNA, ഈ ജനിതക മെറ്റീരിയൽ ഏതെങ്കിലും അതിലുണ്ടെങ്കിൽ PCR അത് ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ആ ജനറ്റിക് മെറ്റീരിയലിന്റെ ഒരു ജീനോമിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതിന്റെ ഉള്ളടക്കമാണ് അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും PCR-ൽ. എന്നിട്ട് PCR ടെസ്റ്റ് പോസിറ്റീവ് എന്നുള്ള റിപ്പോർട്ടിലേക്ക് എത്തും. അപ്പോൾ ഒരു പർട്ടിക്കുലർ സാമ്പിളിൽ ആ പർട്ടിക്കുലർ ജനറ്റിക് സീക്വൻസ് ഉണ്ടെങ്കിൽ ഈ PCR ടെസ്റ്റ് പോസിറ്റീവ് ആവും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ COVID-19 ഇൻഫെക്ഷനും PCR ടെസ്റ്റും തമ്മിലുള്ള റിലേഷന്റെ കുറച്ചൊരു ഡെപ്തിലേക്ക് പോകേണ്ട സ്ഥിതിയാണ്. ജനറ്റിക് മെറ്റീരിയൽ ഐഡന്റിഫൈ ചെയ്ത PCR ടെസ്റ്റ് പോസിറ്റീവ് എന്നൊന്ന് റിപ്പോർട്ട് വരും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് റിസൾട്ട് കാണുമ്പോൾ വിഷമിക്കുന്ന ഒരു സന്ദർഭമാണ് ശരിക്കും ഇത്. PCR ടെസ്റ്റ് പോസിറ്റീവ് ആകുമ്പോഴാണ് ഇവിടെ ഭയങ്കര സങ്കടമായിരിക്കും നമുക്ക്. കാരണം COVID-19 ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യാണ് ആ കേസിൽ. അമേരിക്കൻ ഒരു ഡോക്ടർ ആണ്, കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടർ പുള്ളിയുടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ കൂടെ ഇതിന്റെ കുറച്ച് ഈ ടെസ്റ്റ് COVID-19 ഇൻഫെക്ഷനിൽ ഈ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ കുറച്ച് പോരായ്മകൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ യൂട്യൂബ് ലിങ്ക് ഞങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ഇടുന്നുണ്ട്, നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ COVID-19 ഇൻഫെക്ഷൻ നമുക്കറിയാം, ആദ്യമായിട്ട് ഡിറ്റക്ട് ഔട്ട് ബ്രേക്ക് തുടങ്ങിയത് ചൈനയിൽ വുഹാൻ എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ, വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായി എന്നവർക്ക് മനസ്സിലായ ഉടനെ തന്നെ ഈ വൈറസിനെ, ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സെൽസിൽ നിന്ന് വൈറസിനെ പൂർണ്ണമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് അതിന്റെ ജീനോമിക് സീക്വൻസ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ അവർ PCR ടെസ്റ്റിനെ അതിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആയിട്ട് നിർദ്ദേശിച്ചു. അതാണ് കോഫ്മാൻ കോഫ്മാൻ എടുത്തു പറയുന്നത് അതാണ്. ആദ്യം നമ്മൾ വൈറസിനെ ഐസൊലേറ്റ് ചെയ്ത് അതിന്റെ ഫുൾ ജീനോമിക് സീക്വൻസ് ഡിറ്റക്ട് ചെയ്യണം, എന്നിട്ട് അടുത്ത ടെസ്റ്റിലേക്ക് പോകാവൂ. അതൊന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ ശരിക്കും നമ്മൾ ഡിസീസ് കാൻഡിഡേറ്റ് ഓർഗാനിസം ഏതാണ് രോഗം ഉണ്ടാക്കുന്നതെന്ന് മുഴുവൻ പറയേണ്ട മുമ്പേ തന്നെ നമ്മൾ അതിന് വേണ്ടി ടെസ്റ്റ് കണ്ടുപിടിച്ചു.
അതാണ് ഇതിലുള്ളൊരു പ്രോബ്ലം അയാള് പറയണത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ PCR എന്നുള്ള ഒരു സാധനം ഇത് പിന്നെ ആ ടൈമില് പിന്നെ COVID-19 മാത്രമല്ല വേറെ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായാലും PCR ടെസ്റ്റ് പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ എൻഡോസോംസിന്റെ കാര്യം പറഞ്ഞിരുന്നത്, എക്സോസോംസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു എക്സോസോംസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾസ് ഉണ്ട് സെൽസിന്റെ ഫ്ലൂയിഡിൽ വന്ന് സ്ട്രെസ്സും കാര്യങ്ങളും, സ്ട്രെസ്, പിന്നെ ടോക്സിക് ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അയണൈസിങ് റേഡിയേഷൻ അടിക്കുക, ഇങ്ങനത്തെ കുറെ സന്ദർഭങ്ങളിൽ ഈ എക്സോസോംസ് എന്ന് പറഞ്ഞിട്ട് സെൽസ് പുറത്തേക്ക് വിടുന്ന ഒരു ഇതുണ്ട്. ഈ എക്സോസോംസ് ഇതിനെ മിമിക് ചെയ്യും. അപ്പൊ അത് PCR ഡിറ്റക്ട് ആവും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട്. അപ്പൊ നമ്മുടെ ബോഡിയുടെ തന്നെ സ്ട്രെസ് കാരണം പിന്നെ ജനറ്റിക് DNA ചെറിയ ചെറിയ ഡാമേജസ് റിപ്പയർ ചെയ്യാൻ ഈ സാധനങ്ങള് PCR ഡിറ്റക്ട് ആയിട്ട് PCR പോസിറ്റീവ് ആവും എന്നാണ് ആൻഡ്രൂ കോഫ്മാന്റെ റിസർച്ച് പറയുന്നത്. അപ്പൊ ടോട്ടലി അങ്ങനെ ആൻഡ്രൂ കോഫ്മാൻ പറയണത് എന്താ വെച്ചാൽ PCR ടെസ്റ്റിന് ചില കേസിൽ ഹൈ ഫാൾസ് പോസിറ്റീവ് ആണ്. ഫാൾസ് പോസിറ്റീവ് പറഞ്ഞാൽ പോസിറ്റീവ് ശരിക്കല്ല, പക്ഷെ ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് കാണിക്കും. അപ്പൊ അത് ചില കേസസിൽ ഈവൻ 4 out of 5 ഓൾമോസ്റ്റ് 80% ഫാൾസ് പോസിറ്റിവിറ്റി PCR യൂട്യൂബ് വീഡിയോ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒക്ടോബർ 2019 ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഈവന്റ് 201 എന്ന് പറയും അതിന്. ആ മീറ്റിംഗിൽ കുറച്ച് വലിയ വേൾഡിലത്തെ കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇൻവോൾവ് ആയിരുന്നു. അതിലൊന്ന് അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് സെന്റർ ഫോർ ഹെൽത്ത് സെക്യൂരിറ്റി എന്ന് പറയും. ഈ മീറ്റിംഗ് ന്യൂയോർക്കിലാണ് ഉണ്ടായത്. പിന്നെ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ, അതേപോലെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഓർഗനൈസേഷൻസ്, വേൾഡ് ഇക്കണോമിക് ഫോറം, അത് ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അവരെന്താ ചെയ്ത് വെച്ചാൽ ഈ ഒക്ടോബർ 2019 അവരൊരു പാൻഡമിക് ഉണ്ടായ ഇങ്ങനത്തെ ഒരു വേൾഡ് ഓവർ എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗം ഉണ്ടായാൽ എങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റും മറ്റേ ഓർഗനൈസേഷൻസ്, ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഫൈസറിനെ പോലത്തെ കമ്പനീസ്, അവരെല്ലാവരും കൂടിയിട്ട് എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാനായിരുന്നു അവരുടെ ഒരു മാനേജ് ചെയ്തായിരുന്നു അവരുടെ ഒരു ഗെയിം, ഒരു എക്സസൈസ് പോലെ അവരൊരു സിനാരിയോ പോലെ ഉണ്ടാക്കിയിട്ട് അവരെ ചാലഞ്ച് ചെയ്തു. അപ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ്ലി അവരുടെ സിനാരിയോ എന്തായിരുന്നു വെച്ചാൽ, ഇതിപ്പോ ഒക്ടോബർ എന്ന് പറഞ്ഞ COVID-19 ഉണ്ടാവേണ്ട 2 മാസം മുമ്പാണ് ഇപ്പോൾ ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവരുടെ സിനാരിയോയിലും എന്താ ഉണ്ടായത് വെച്ചാൽ, കൊറോണ വൈറസ് കാരണം ഒരു പാൻഡമിക് ഉണ്ടായി. ആ കൊറോണ വൈറസ് ബ്രസീലിലെ ചില പിക്സിന്റെ ഫാംസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഹ്യൂമൻസിലേക്ക് ജമ്പ് ചെയ്തിട്ട് മനുഷ്യന്മാരിലേക്ക് ജമ്പ് ചെയ്തിട്ട് കാപ്സ് എന്ന് പറഞ്ഞ ഒരു രോഗം ഉണ്ടാക്കി. ഈ കാപ്സ് എന്ന് പറഞ്ഞ കൊറോണ വൈറസ് അസോസിയേറ്റഡ് പൾമിനറി സിൻഡ്രോം എന്നാണ് അവർ ആ പേര് കൊടുത്തത്. ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഈവൻ 201 നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ മതി. അതേപോലെ ഗൂഗിളിൽ നിങ്ങൾ ഈവൻ 201 ടൈപ്പ് ചെയ്താൽ ഗൂഗിളിൽ ഇതിനെ പറ്റിയിട്ട് വരും. യൂട്യൂബിൽ നിങ്ങൾ ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം അവർ ശരിക്കും ഈ ഈവൻറ്റ്സ് ഒരു ഭയങ്കര സിമിലർ ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തത്. അപ്പോൾ അതെ, അപ്പോൾ നമ്മുടെ വേൾഡിന്റെ, അപ്പോൾ ഇവരുടെ ഈ എക്സസൈസിൽ ഈ പാൻഡമിക്, ഈ രോഗം വേൾഡ് മുഴുവൻ സ്പ്രെഡ് ചെയ്തിട്ട് 65 മില്യൺ ഡെത്ത്സിന്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ഈ സിമുലേഷൻ എക്സസൈസിൽ. അപ്പോൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇതൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഇത്രയും ആക്യുറേറ്റ്ലി എങ്ങനെയാണ് ഇവരുടെ ഈ സിമുലേഷൻ കഴിഞ്ഞ 2 മാസം കഴിഞ്ഞപ്പോൾ എക്സാക്ട്ലി ഇതേപോലെ കൊറോണ വൈറസിന്റെ വേറൊരു പാൻഡമിക് തന്നെ റിയൽ ആയിട്ട് എങ്ങനെ ഉണ്ടായതെന്നാണ് ഒരു വിവാദം ആയിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ റിസർച്ചേഴ്സിന്റെ ഇടയിൽ. വീഡിയോസ് അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് നമ്മൾ വീഡിയോന്റെ അടുത്ത് ഇടും ചെയ്യും. ഇതുപോലെ തന്നെ ഉള്ളൊരു നമ്മുടെ COVID-19 ഇൻഫെക്ഷന്റെ വേറൊരു കോൺട്രവേഴ്സി ആണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് കോൺട്രവേഴ്സിയാണ്. ഇപ്പോൾ കുറേ ടെലിവിഷനിലൊക്കെ കുറേ ചർച്ച ചെയ്യുന്നുണ്ട്. COVID-19 ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന വൈറസ്, ഈസ് ഇറ്റ് നാച്ചുറൽ ഓർ നോൺ നാച്ചുറൽ? ഇതിന്റെ ഞങ്ങളിത് പറയാനുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു വേൾഡ് ഫേമസ് ഇന്റർനാഷണൽ സയൻസ് ജേർണൽ ഉണ്ട്, നേച്ചർ. നല്ല ഇമ്പാക്ട് ഫാക്ടർ ഉള്ള ഒരു ജേർണലാണ് അത്, മെഡിസിൻ സൈഡിൽ. അതിൽ 12 നവംബർ 2015 പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ് ഇതിന്റെ ബേസ് ആയിട്ട് ഞങ്ങൾ പറയുന്നത്. ചൈനയില് ബാറ്റ്സ് പോപ്പുലേഷൻ, വവ്വാലുകളിൽ കൊറോണ വൈറസ് കൂടുതലായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ടൈപ്പ് ഓഫ് കൊറോണ വൈറസുകളുണ്ട്.
അത് ഈ ബാഡ്സിലുള്ളത് മോസ്റ്റ്ലി എല്ലാം തന്നെ ഹ്യൂമൻ ബീയിങ്സിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതല്ല. അതിന്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽസിൽ ഇതിന് ഈ വൈറസിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. റിസപ്റ്റേഴ്സ് ആയിട്ട് ബൈൻഡ് ചെയ്ത് അകത്തേക്ക് കിടക്കാൻ പറ്റില്ല നോർമൽ വൈറസസിന്. അതൊരു ബാരിയർ ആയിട്ട് നമ്മുടെ ഇത് ചെയ്യണോണ്ട് അകത്തേക്ക് കിടക്കാത്തോടത്തോളം ഡിസീസ് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബാഡ്സിൽ കാണുന്ന കൊറോണ വൈറസ് ഒരിക്കലും നമ്മളിൽ അത്ര ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാറില്ല. അപ്പോൾ അതൊരു ഫോർച്ചുനേറ്റ്ലി നല്ല കാര്യമാണ്. അപ്പൊ നമുക്കത് ഇൻഫെക്ഷൻ കിട്ടാറില്ല. അതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. SCH014 എന്നൊരു കൊറോണ വൈറസ് ഉണ്ട്. ആ കൊറോണ വൈറസിന് എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് നമ്മുടെ സെൽസിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്തിട്ട് റിസപ്റ്ററായിട്ട് അറ്റാച്ച് ചെയ്ത് അകത്തേക്ക് ഹ്യൂമൻ ബോഡിയുടെ അകത്തേക്ക് കിടക്കാൻ പറ്റും, ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റും. അവിടെ ഒരു ഫോർച്ചുനേറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസിന് അകത്ത് കിടന്നാലും ഡിസീസ് ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ, നേരത്തെ പറഞ്ഞ പോലെ പാത്തോജെനിസിറ്റി എന്ന് പറയും, ഡിസീസ് ഉണ്ടാക്കാനുള്ള കഴിവ് വളരെ മിനിമലാണ്. അപ്പൊ അത് അകത്ത് കിടന്നാലും നമുക്ക് പ്രശ്നമൊന്നും വരില്ല, ഡിസീസ് ആയിട്ട് വരില്ല. അപ്പൊ അതാണ് അവിടെ ഉള്ളൊരു നല്ല കാര്യം. അപ്പോൾ ഇതിന് എന്താണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സാൾസ് വൈറസ്, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ഉണ്ടാക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടാക്കുന്ന സാൾസ് വൈറസ്. അപ്പൊ സാൾസ് വൈറസിന്റെ ഔട്ടർ ലെയറിൽ ഈ SCH, അപ്പോ സാർസും ഇതും അത് രണ്ട് ഡിഫറെന്റ് വൈറസസ് ആണ്. സാർസ് ഒരു കൊറോണ വൈറസ് ആണ്, SHC014 വേറൊരു കൊറോണ വൈറസ് ആണ്. സാർസ് രോഗം ഉണ്ടാക്കും, പക്ഷെ സാർസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അതിനെ അന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റി. കുറച്ച് പേരിലേ വന്നുള്ളൂ, അവരെ ഐസൊലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോ ഈ സാർസ് വൈറസിന്റെ ഔട്ടർ ലെയറിൽ, അപ്പൊ ഇത് പിന്നെ 2015 റാൽഫ് ബാരിക് ലീഡർഷിപ്പിപ്പില് ഒരു സ്റ്റഡി നടത്തി അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കാരോലൈനയില്. ആ സ്റ്റഡിയിലാണ് സ്റ്റഡി അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയും. അതിൽ അവർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഈ സാൾസ് വൈറസിന്റെ ഔട്ടർ ലെയറിൽ SCH014 എന്ന വൈറസിന്റെ ഔട്ടർ കോട്ടിനെ ഫ്യൂസ് ചെയ്തു. അപ്പോ സാൾസ് വൈറസിന്റെ ഡെഫിഷ്യൻസി അവിടെ ഇല്ലാതെ, കാരണം അതിന് മനുഷ്യ അവര് ബേസിക്കലി ഒരു ഫ്യൂസ്ഡ് ഒരു മ്യൂട്ടന്റ് വൈറസ് പോലെ ഉണ്ടാക്കി, ഒരു കമ്പൈൻഡ് വൈറസ്. സാർസും ഈ SHC014 പുറത്ത് ഔട്ടർ കോട്ടില് SCH014 എന്നുള്ളതിന്റെ ഔട്ടർ കോട്ടിങ്. അപ്പൊ ഔട്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ SCH014ന്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഹ്യൂമൻ സെൽസ് അല്ലെങ്കിൽ മനുഷ്യന്റെ കോശങ്ങളിൽ ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള കോട്ടാണ്. അപ്പൊ അതിനെ സാൾസിന്റെ പുറത്തിട്ട് ഫ്യൂസ് ചെയ്തു. അങ്ങനെ ഒരു മ്യൂട്ടന്റ് വൈറസ് ഉണ്ടാക്കിയപ്പോ, അപ്പൊ ഇത് ഇപ്പൊ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയപ്പോ അതിനാണ് ഈ ഗെയിൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയണത്. അപ്പൊ എന്താ ഉണ്ടായത് വെച്ചാ, മുമ്പേ SHC014 രോഗം ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അകത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടി ഫംഗ്ഷൻ കമ്പൈൻ ചെയ്തപ്പോ എന്താ ഉണ്ടായത് വെച്ചാൽ, സാർസ് വൈറസിന് സുഖമായിട്ട് ഹ്യൂമൻ സെൽസിന്റെ ഉള്ളിൽ കയറാൻ പറ്റും. അപ്പൊ ഡേഞ്ചറസ് ഡിസീസ് ആയി, പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ അങ്ങനെ ഗെയിൻ ഓഫ് ഫംഗ്ഷൻ ഉണ്ടായി, വൈറസ് അധികം ഡേഞ്ചറസ് ആയി. ഒരു വൈറസിന് അതിന്റെ നോർമൽ ക്യാരക്ടർ അല്ലാത്തൊരു ക്യാരക്ടർ കിട്ടി. അതിനാണ് ഈ ഗെയിൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫ്രാങ്കൻസ്റ്റൈൻ ഉള്ള നോവലില് ഒരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ ഒക്കെ ഉണ്ടാക്കണ പോലെയാണ് ഇപ്പൊ ഇത് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ആ സ്റ്റഡി ചെയ്തിരിക്കുന്നതെന്നാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. അങ്ങനെ അവരൊരു ന്യൂട്ടൺ വൈറസിനെ ആർട്ടിഫിഷ്യലി ലാബിൽ ഉണ്ടാക്കി. അപ്പൊ അത് രണ്ട് വേൾഡ് ഫേമസ് വൈറോളജിസ്റ്റ് ഉണ്ട്. അവര് ഇതിനെ പറ്റിയിട്ട് ഈ പർട്ടിക്കുലർ നേച്ചർ ജേർണലില് പറഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ട്, ഈ എക്സ്പെരിമെന്റിനെ പറ്റിയിട്ട് അവര് കമന്റ് ചെയ്തു. അവര് ഒന്ന് പിന്നെ സൈമൺ ഹോപ്സൺ ആണ്, പാരീസിലെ ഒരു വൈറോളജിസ്റ്റ് ഉണ്ട് സൈമൺ ഹോപ്സൺ. അതേപോലെ തന്നെ അമേരിക്കയിലെ തന്നെ ഒരു മോളിക്കുലാർ ബയോളജിസ്റ്റ് ഉണ്ട് റിച്ചാർഡ് എബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവർ രണ്ടുപേരും ഇതിനെപ്പറ്റി, ഈ റിസർച്ചിനെ പറ്റി പറഞ്ഞത്, നമ്മൾ അൺനെസറി ഒരു നോൺ നാച്ചുറൽ റിസ്കിനെ ലാബിൽ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്തു. ഒരാവശ്യമില്ലാതെ ഒരു റിസ്ക് ഉണ്ടാക്കിയെന്നാണ് അവര് ഇതിനെപ്പറ്റി, ഈ സ്റ്റഡിയെ പറ്റി പറഞ്ഞത്. നാച്ചുറൽ അല്ലാത്ത ഒരു റിസ്ക് വിച്ച് ക്യാൻ, അത് ചില എനിക്ക് വേർഡ്സ് ഞാൻ വായിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് നമ്മുടെ ഹ്യൂമൻ റേസിന് തന്നെ ഫ്യൂച്ചറിൽ ഇത് ഇങ്ങനത്തെ ഒരു വൈറസ് എസ്കേപ്പ് ചെയ്ത ഇതിന്റെ ഫ്യൂച്ചർ ട്രജക്ടറി എങ്ങനെയാവുന്ന ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. അതാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോ ഇതിപ്പോ COVID-19 എന്നുള്ള വൈറസ് ഈ വൈറസ് ആയിട്ട് റിലേറ്റഡ് ആണ്. അത് മാത്രമല്ല, ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റിസർച്ചില്
വേറെ റിസർച്ച് ടീമിലുള്ള ഒരു മെമ്പറാണ് ഒരു വൈറോളജിസ്റ്റ് ആയ ഷീ സെങ്ലി. ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്ലി ഷീ സെങ്ലി എന്ന് പറയുന്നത് ചൈനയിലെ ഈ നമ്മുടെ കോവിഡ് ഇൻഫെക്ഷൻ ആദ്യമായിട്ട് ഔട്ട് ബ്രേക്ക് കാണിച്ച വുഹാൻ എന്ന സ്ഥലത്തെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറാണ് ഈ ഷീ സെങ്ലി. അപ്പൊ ഷീ സെങ്ലി വാസ് പാർട്ട് ഓഫ് ദിസ് എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റിന്റെ പാർട്ടായിരുന്നു ഷീ സെങ്ലി. റാൽഫ് ബാരിക്കിന്റെ ലീഡർഷിപ്പിൽ നടന്ന ഈ എക്സ്പെരിമെന്റിന്റെ പാർട്ടായിരുന്നു. ആൻഡ് ഷീ സെങ്ലി ആണ് വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. വുഹാൻ എന്നുള്ള ചൈനയിലെ സ്ഥലത്താണ് ഏറ്റവും ആദ്യം ഈ കൊറോണ വൈറസ് പാൻഡമിക് ബ്രേക്ക് ഔട്ട് ആയത്. അപ്പോ ഈ ഷീ സെങ്ലി ആണ് ഈ എക്സ്പെരിമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ എന്തായാലും ഇത് കുറച്ചൊരു കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ COVID-19 ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഈ വൈറസും നമ്മുടെ ഈ ലാബിൽ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ഈ വൈറസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ഇപ്പൊ ഒരു കോൺട്രവേഴ്സി. റീസെന്റ് ചൈനയിലെ തന്നെ വേറൊരു വൈറോളജിസ്റ്റ്, ലീ മെങ് യാൻ എന്നുള്ള ചൈനയുടെ ഒരു വൈറോളജിസ്റ്റ് ഇപ്പൊ റീസെന്റ് പറഞ്ഞിട്ടുണ്ട് COVID-19 ഷീസ് ക്ലെയിമിങ് അതൊരു ബയോ വെപ്പൺ ആണ്. നാച്ചുറൽ അല്ലാത്ത ഒരു നമ്മുടെ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഏറ്റവും ആദ്യം അവർ സ്പാനിഷ് ടെലിവിഷന്റെ ഒരു ഇന്റർവ്യൂവിന് കൊടുത്തതിലാണ് ഈ കാര്യം സ്പെസിഫിക്കലി പറഞ്ഞത്. ഇത് 2020 നാച്ചുറൽ ആയിട്ടുള്ള വൈറസ് അല്ല, ഇതൊരു ബയോ വെപ്പൺ ആണ്. ആർട്ടിക്കിളിന്റെ ലിങ്കും ഞങ്ങൾ ആക്ച്വലി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അത് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് റീഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ റീഡ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി മെഡിക്കൽ ഡോക്ടേഴ്സിന് റീഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് മോർ ദിസ് തിങ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് COVID-19 അത് ഒന്ന് നോക്കാം. കാരണം ഇപ്പോൾ നമ്മുടെ കൺട്രിയിൽ ഇതൊരു സീരിയസ് സിറ്റുവേഷൻ ആണ്. എസ്പെഷ്യലി ഈ സെക്കൻഡ് വേവ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ നമ്മളെല്ലാവരും ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട സിറ്റുവേഷൻ ആണ്. കാരണം ഓൾ ഓവർ ഇന്ത്യ 4 lakh കേസസ് വരുന്നുണ്ട്. ആൻഡ് ഇപ്പൊ റീസെന്റ് സൗത്ത് ഇന്ത്യയിലും കേസസ് കൂടുന്നുണ്ട്. മ്യൂട്ടന്റ് സ്ട്രെയിൻസ് കൂടുതലായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് കുറച്ചുകൂടി വിറുലൻസ് കൂടുതലുള്ളതാണ്. അപ്പൊ എന്താ വെച്ചാ മ്യൂട്ടേറ്റഡ് സ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ വൈറസിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോ ഈ വൈറസ് ഇപ്പോൾ നമ്മുടെ സെല്ലിൽ അറ്റാച്ച് ചെയ്യുന്ന സ്പൈക്സ് എന്ന് പറയും. ഈ സ്പൈക്സ് വെച്ചിട്ടാണ് നമ്മുടെ സെല്ല് അറ്റാച്ച് ചെയ്യണത്. അപ്പൊ ഈ സ്പൈക്ക് പ്രോട്ടീൻസിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടായ ഈ വൈറസിന്റെ പുതിയ വേരിയന്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു 2-3 വേരിയന്റ്സ് ഈ വർഷം ഇപ്പൊ നമ്മുടെ ഇന്ത്യയില് വേൾഡ് ഓവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ N440K എന്ന് പറഞ്ഞിട്ട് സൗത്ത് ഇന്ത്യയിൽ സ്പെഷ്യലി സർക്കുലേറ്റ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് വേരിയന്റ്സ് ഉണ്ട്. ഡബിൾ മ്യൂട്ടന്റ്, ട്രിപ്പിൾ മ്യൂട്ടന്റ്, UK വേരിയന്റ്. ഇതിപ്പോ പറയുന്നത് എന്താ, കുറച്ച് സയന്റിസ്റ്റ് പറയുന്നുണ്ട്. അതേപോലെ ഡോക്ടേഴ്സിന് അത് ICUസിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പർട്ടിക്കുലർ ഇപ്പൊ ഉണ്ടാവുന്ന COVID-19 ലാസ്റ്റ് ഇയറിനെ പോലെയല്ല, കുറച്ചുകൂടിയും ചില കേസിൽ ഭയങ്കര പെട്ടെന്ന് ഡിസീസിന്റെ പ്രോഗ്രഷൻ, പെട്ടെന്ന് ന്യൂമോണിയയിലേക്ക് പോകുന്നുണ്ട്. അത് കുറച്ചുകൂടി സീരിയസ് ആവുന്നുണ്ട്. അതേപോലെ യങ്ങർ പേഷ്യൻസിനെ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മള് സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക. SMS ഒരു ആക്രോണിം നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റും. സാനിറ്റൈസർ യൂസ് ചെയ്യുക. സോപ്സ്, സാനിറ്റൈസർ, അതിന്റെയൊക്കെ യൂസ് എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഔട്ടർ ഇത് ഇങ്ങോട്ട് പോകും. സ്പൈക്ക് പ്രോട്ടീൻ പറഞ്ഞല്ലോ വൈറസിന്റെ, അതങ്ങോട്ട് ഡിസ്ട്രോയ് ആയി പോകും. അപ്പൊ പിന്നെ സെൽസിലേക്ക്, നമ്മുടെ കോശങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, വൈറസിന് അകത്ത് കിടക്കാൻ പറ്റില്ല. അതാണ് S. M for മാസ്ക് ധരിക്കുക. അപ്പൊ ഡബിൾ മാസ്കിങ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. 2 മാസ്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു മാസ്ക്, ഒരു ഷീൽഡ് കോമൺലി മേടിക്കാൻ കിട്ടും. N95 മാസ്ക് ആണ് എല്ലാരും പ്രിഫർ ചെയ്യുന്നത്. അത് നല്ലപോലെ ഫിൽട്ടർ ചെയ്യും അതില്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. അതാണ് നമ്മുടെ ജോബ് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത കേസിലെല്ലാം മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. എൽഡർലി ആൾക്കാര് അവരൊക്കെ മാക്സിമം. അതെ. പിന്നെ നമുക്ക് സപ്പോസ് ഒരു കോവിഡ് പോസിറ്റീവ് ഡയഗ്നോസ്, കുറച്ച് മെഷേഴ്സ് ഉണ്ട്. ഒരു കോവിഡ് പോസിറ്റീവ് ഡയഗ്നോസ് തന്നെ മൈൽഡ് ഡിസീസ് നമുക്കുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞ ഒരു ചെറിയ മെഷീൻ ഉണ്ട്. അത് നമ്മുടെ ഓക്സിജൻ ലെവൽസ് ചെക്ക് ചെയ്തോണ്ടിരിക്കും, ഇൻസ്റ്റന്റ്ലി ചെക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഫിംഗർ ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് ആ ടൈമിൽ നോർമൽ ആണോ, നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ സെൽസിലുള്ള ഓക്സിജൻ സാച്ചുറേഷൻ അറിയാൻ പറ്റും. 95 ബിലോ ഒക്കെ വന്നാൽ നമ്മൾ
ശ്രദ്ധിക്കണം എന്നാണ്. ശ്രദ്ധിക്കണം. നമുക്ക് പിന്നെ ഇപ്പോൾ കോവിഡ് പോസിറ്റീവായിട്ട് വീട്ടിലിരിക്കുകയാണ്, നമ്മൾ ഐസൊലേറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് എക്സസൈസ് ചെയ്യാൻ നോക്കുക. എപ്പോഴും അങ്ങനെ ഇരിക്കുക എന്നല്ലാതെ കുറച്ച് വാക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഏതൊരു എക്സസൈസും നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ കൂട്ടുമെന്നാണ് പറയുക. അതേപോലെ പ്രാണായാമം പോലത്തെ ഈ യോഗിക് എക്സസൈസ് ഉണ്ടല്ലോ, ഡീപ് ബ്രീതിങ് ബേസിക്കലി നമ്മുടെ ലങ്സിന്റെ വൈറ്റൽ കപ്പാസിറ്റി, നമ്മുടെ ഓക്സിജനേഷൻ കൂട്ടും. അതേപോലെ പ്രോൺ ആയിട്ട് കിടക്കുക, കമന്ന് കിടന്നിട്ട് വയറ് പില്ലോന്റെ മുകളിൽ വെച്ച്, അപ്പൊ നമ്മുടെ ഓക്സിജൻ കപ്പാസിറ്റി പെട്ടെന്ന് കൂടുന്നാണ് പറയുന്നത് ഡോക്ടേഴ്സ്. ഓക്സിജൻ പെട്ടെന്ന് കുറയുന്ന എന്തെങ്കിലും സന്ദർഭം വരികയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് വരും പെട്ടെന്ന്. ഈ കേസിൽ ഇപ്പോ അമേരിക്കയിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, FLCCC എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഒരു ഫുൾ ഫോം പറയുകയാണെങ്കിൽ ഫ്രണ്ട് ലൈൻ അസോസിയേഷൻ ഫോർ ക്രിട്ടിക്കൽ കെയർ ഇൻ കോവിഡ്, FLCCC എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഈ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ പറഞ്ഞാൽ 300+ ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, അവരുടെ ഒരു ഓർഗനൈസേഷനാണ്. അവർ പലതരം ട്രയൽസും ചെയ്തു. എന്നിട്ട് അവർ ഐവർമെക്റ്റിൻ എന്ന് പറഞ്ഞ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ്, നമ്മൾ കോമൺലി ഇന്ത്യയിൽ തന്നെ അത് കുറെ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി 30-40 ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഡോക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വേർമിസൈഡിലായിരുന്നു, വേർംസിനെ കൊല്ലാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗാണ്. അപ്പൊ ഈ ഡോക്ടേഴ്സ് എന്താ കണ്ടുപിടിച്ച വെച്ചാൽ ഈ പർട്ടിക്കുലർ ഡ്രഗ് ഐവർമെക്റ്റിന് COVID-19 ഭയങ്കര പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ട് ഫോർ പ്രിവെൻഷൻ ആസ് വെൽ ആസ് ട്രീറ്റ്മെന്റ്. ഈവൻ പ്രിവെൻഷനിൽ ഇഫക്റ്റ് ഉണ്ട്. ഓസ്ട്രേലിയയിലെ മൊനാഷ് യൂണിവേഴ്സിറ്റിയിൽ അവർ ഒരു ട്രയൽ നടത്തി. അപ്പോൾ അത് ലാബിൽ ഇതിന് ഭയങ്കര ഇഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ ഡോക്ടേഴ്സും സയന്റിസ്റ്റും ആൾക്കാരിൽ ഇതിന്റെ ട്രയൽ നടത്തി പേഷ്യൻസിൽ, കോവിഡ് പോസിറ്റീവ് പേഷ്യൻസിൽ. അപ്പോൾ അവരുടെ ഈ രോഗം കുറച്ചുകൂടി വേഗമായിട്ട് റിസോൾവ് ആയി. ഈ ഐവർമെക്റ്റിൻ എന്നുള്ള ഡ്രഗിന്റെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടേഴ്സ്, നിങ്ങളുടെ ഫാമിലി ഫിസിഷ്യൻസ് അവരോട് ചോദിക്കുക. COVID-19 ഒരു ഡയഗ്നോസിസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ഡ്രഗ് യൂസ് ചെയ്തിട്ട് കുറച്ച് റിക്കവറി പ്രോസസ്സ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ആവുമെന്ന്. അതേപോലെ നിങ്ങൾക്ക് ഗൂഗിളിൽ ഐവർമെക്റ്റിൻ IVERMECTIN ഐവർമെക്റ്റിൻ ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഈ ഡ്രഗിന്റെ മുകളിലുള്ള ട്രയൽസും വീഡിയോസും എങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക്. പക്ഷെ ഡോസേജ് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. പിന്നെ റീസെന്റ് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ DRDO ഒരു ഡ്രഗ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, 2-DG2-deoxy ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഡ്രഗ് COVID-19 നല്ല പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇനീഷ്യൽ ട്രയൽസ് മോണം പറയണത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് ഈ ഡിസീസിൽ നിന്ന് എന്തെങ്കിലും ഒരു റിലീഫ്, അതുപോലെ എന്തെങ്കിലും ഇനി വരുന്ന മാസങ്ങളിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും വിചാരിക്കാം. പാനിക് ആവേണ്ട ആവശ്യമില്ല, പക്ഷെ വി ഹാവ് ടു ബി കെയർഫുൾ ആൻഡ് റെസ്പോൺസിബിൾ റിഗാർഡിംഗ് ദിസ് ഡിസീസ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. അടുത്താണ് വേറൊരു നല്ലൊരു ടോപ്പിക്കായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. Thank you. Bye. Bye.